ഡെങ്കു വിത്ത് വാർണിംഗ് സൈൻസ് ആണെങ്കിൽ കുട്ടികളെ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലൈസ് ചെയ്യണം. അവർക്ക് IV ഫ്ലൂയിഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ക്രിസ്റ്റലോയിഡ്സ് ആണ് കൊടുക്കുക. കുട്ടിക്ക് ഹൈപ്പോ ടെൻഷൻ ഒന്നും ഇല്ല എങ്കിൽ യൂഷ്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റിംഗർ ലാക്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ നോർമൽ സലൈൻ. ഇൻഫ്യൂഷൻ റേറ്റ് വെക്കുന്നത് 7 ml/kg ഓവർ 1 hour ആണ്. 1 hourൽ നമ്മൾ ഹിമാറ്റോക്രിറ്റ് ചെക്ക് ചെയ്യും. ഹിമാറ്റോക്രിറ്റ് കുറഞ്ഞു, വൈറ്റൽ പാരാമീറ്റേഴ്സ് ഇംപ്രൂവ് ആയി എങ്കിൽ ഫ്ലൂയിഡ് റേറ്റ് നമ്മൾ കുറയ്ക്കും. അത് 5 ml/kg ഓവർ ദ നെക്സ്റ്റ് 1 hourലേക്കാണ്. വീണ്ടും ഇംപ്രൂവ്മെന്റ് അടുത്ത അവറിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അത് മെയിൻ്റനൻസ് ഫ്ലൂയിഡ് ആയിട്ട് 3 ml/kg പെർ അവറിലേക്ക് 24 to 48 hours കണ്ടിന്യൂ ചെയ്യും. ഒപ്പം ഹിമാറ്റോക്രിറ്റും അതുപോലെ തന്നെ വൈറ്റൽ പാരാമീറ്റേഴ്സും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. ഇനി കുട്ടിയുടെ കണ്ടീഷൻ സ്റ്റേബിളായി, അതായത് കുട്ടിയുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആണ്, ഓറൽ ഇൻടേക്ക് ആഡിക്വേറ്റ് ആണ്, യൂറിൻ ഔട്ട്പുട്ട് നോർമൽ ആണ് എങ്കിൽ കുട്ടീനെ ഡിസ്ചാർജ് ചെയ്യാറായി എന്നാണ് അർത്ഥം. സോ വെൻ ദ പേഷ്യൻ്റ് ഇസ് സ്റ്റേബിൾ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ നോർമൽ ബ്ലഡ് പ്രഷർ, good oral intake and urine output, the child can be discharged. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി, അതായത് ആദ്യം കുട്ടികൾ വന്ന് 7 ml/kg പെർ അവറിൽ നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഹിമാറ്റോക്രിറ്റ് 1 hourൽ ചെക്ക് ചെയ്യുമ്പോൾ ഇംപ്രൂവ്മെന്റ് കാണിക്കാത്ത കുട്ടികളാണെങ്കിൽ, അതായത് ഹിമാറ്റോക്രിറ്റ് കൂടുകയാണ്, വൈറ്റൽ പാരാമീറ്റേഴ്സിൽ ഇംപ്രൂവ്മെന്റ് ഒന്നുമില്ല എങ്കിൽ നമ്മൾക്ക് ഫ്ലൂയിഡ് ഇൻഫ്യൂഷൻ റേറ്റ് കൂട്ടേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മൾ 10 ml/kg ഓവർ ദ നെക്സ്റ്റ് 1 hourലാണ് കൊടുക്കുക. 1 hourൽ നമ്മൾ വീണ്ടും ഹിമാറ്റോക്രിറ്റും വൈറ്റൽ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്യും. അവിടെ വീണ്ടും ഡിറ്റീരിയോറേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് ഇൻഫ്യൂഷൻ റേറ്റ് വീണ്ടും കൂട്ടും. ഇവിടെ 15 ml/kg ഓവർ ദ നെക്സ്റ്റ് 1 hour, അതായത് മൂന്നാമത്തെ മണിക്കൂറിൽ 15 ml/kg ആയിട്ടാണ് വെക്കുന്നത്. So when we check the hematocrit at 1 hour, if it is rising and the vital parameters do not show improvement, fluid infusion rate is to be increased to 10 ml/kg over the next 1 hour. In case if there is no improvement in the next hour also, fluid infusion rate is to be increased to 15 ml/kg over the next 1 hour. വീണ്ടും തേർഡ് അവറിന് ശേഷം നമ്മൾ കുട്ടീനെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ വൈറ്റൽ പാരാമീറ്റേഴ്സിലും ഹിമാറ്റോക്രിറ്റിലും ഒന്നും ഇംപ്രൂവ്മെന്റ് കാണിച്ചില്ല എങ്കിൽ then you have to change the fluid. ഇവിടെ നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു കൊളോയിഡ് അല്ലെങ്കിൽ ഒരു പ്ലാസ്മ, ആൻഡ് ദ റേറ്റ് ഇസ് യൂഷ്വലി കെപ്റ്റ് ആസ് 10 ml/kg. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. Once the hematocrit and the vital parameters are stable, the infusion rate is gradually reduced and discontinued over the next 24 to 48 hours. സോ ഇത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നോട്ട്ബുക്കിൽ ഒന്ന് വരച്ചിടാനായിട്ട് ശ്രമിക്കുക. ഡെങ്കു വിത്ത് വാർണിംഗ് സൈൻസ് ആയിട്ട് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ എനി ചൈൽഡ് ഹു ഇസ് പ്രസൻറ്റഡ് ആസ് ഡെങ്കു വിത്ത് വാർണിംഗ് സൈൻസ്, താഴേക്ക് ഒരു ആരോ കൊടുത്ത ശേഷം സ്റ്റാർട്ട് IV fluids, usually RL or NS at the rate of 7 ml/kg per hour. വീണ്ടും താഴേക്ക് ഒരു ആരോ കൊടുക്കുക. ചെക്ക് ഹിമാറ്റോക്രിറ്റ് ആൻഡ് വൈറ്റൽ പാരാമീറ്റേഴ്സ് അറ്റ് 1 hour. ഇനി കുട്ടികളെ രണ്ടായിട്ട് തരംതിരിക്കും. സോ യു ഷുഡ് ഹാവ് 2 wings. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് if hematocrit decreases and the vital parameters improves, താഴേക്ക് ഒരു ആരോ കൊടുക്കുക. reduce the fluid rate to 5 ml/kg, താഴേക്ക് ഒരു ആരോ കൊടുക്കുക. check HCT and vital parameters
If it is improving, reduce the fluid rate to 3 ml per kg per hour for 24 to 48 hours. വീണ്ടും താഴേക്ക് ഒരു ആരോ കൊടുക്കുക. If the child is stable, discharge the child. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് if HCT is increasing and there is no change in vital parameters, താഴേക്ക് ഒരു ആരോ കൊടുക്കുക. Increase the fluid rate to 15 ml 10 ml per kg per hour for the next 1 hour. താഴേക്ക് ഒരു ആരോ കൊടുക്കുക. Check the vital parameters and HCT again. താഴേക്ക് ഒരു ആരോ കൊടുത്തിട്ട് if it is still increasing, increase the fluid rate to 15 ml per kg per hour for the next hour. താഴേക്ക് ഒരു ആരോ കൊടുത്ത ശേഷം check HCT and vital parameters. If it is still increasing, start colloids or plasma at the rate of 10 ml per kg. താഴേക്ക് ഒരു ആരോ കൊടുത്ത ശേഷം once the child is stable, the fluid rate can be reduced and discontinued over the 24 to 48 hours. സോ ഇത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഒന്നുകൂടെ പറയാം. ഏതെങ്കിലും ഒരു കുട്ടി ഡെങ്കു ഇൻഫെക്ഷൻ വിത്ത് വാർണിംഗ് സൈൻസ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യുക, കുട്ടിക്ക് ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യും. RL അല്ലെങ്കിൽ NS ആണ് സ്റ്റാർട്ട് ചെയ്യുക. 7 ml per kg per അവറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. 1 അവറിൽ നമ്മൾ ഹിമാറ്റോക്രിറ്റ് അതുപോലെ തന്നെ വൈറ്റൽ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യും. കുട്ടികളെ രണ്ടായിട്ട് തരംതിരിക്കും. അതായത് ഹിമാറ്റോക്രിറ്റിൽ ഇംപ്രൂവ്മെൻ്റ് ഉള്ള കുട്ടികളും ഹിമാറ്റോക്രിറ്റിൽ ഇംപ്രൂവ്മെൻ്റ് ഇല്ലാത്ത കുട്ടികളും. സോ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹിമാറ്റോക്രിറ്റ് കുറഞ്ഞു, വൈറ്റൽ പാരാമീറ്റേഴ്സിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് എങ്കിൽ ഫ്ലൂയിഡ് റേറ്റ് നമ്മൾക്ക് കുറയ്ക്കാം. ആദ്യത്തെ അവറിൽ നമ്മളത് 5 ml per kg per അവർ ആക്കും. വീണ്ടും ഇംപ്രൂവ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ അത് 3 ml per kg per അവർ ആക്കി 24 to 48 hours അത് കണ്ടിന്യൂ ചെയ്യും. കുട്ടി സ്റ്റേബിൾ ആയ ശേഷം കുട്ടീനെ ഡിസ്ചാർജ് ചെയ്യും. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ there is no improvement in hematocrit അല്ലെങ്കിൽ hematocrit is rising and the vital parameters are not stable. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ഫ്ലൂയിഡ് റേറ്റ് കൂട്ടേണ്ടതായിട്ട് വരും. 7 എന്നുള്ളത് നമ്മൾ 10 ml per kg per hour ആക്കും. വീണ്ടും ചെക്ക് ചെയ്യും. if there is still no improvement, 15 ml per kg per hour ആക്കും. എന്നിട്ടും ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നില്ല എങ്കിൽ റിംഗർ ലാക്റ്റേറ്റ് നോർമൽ സെലൈന് മാറ്റിയ ശേഷം കൊളോയിഡ്സ് അല്ലെങ്കിൽ പ്ലാസ്മ സ്റ്റാർട്ട് ചെയ്യും. 10 ml per kg per അവറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. The dose should be maintained. It can be discontinued when the vital parameters are improved over 24 to 48 hours. So next is about the management of severe dengue. If the child is presenting or developing any following complications like severe plasma leakage, shock, respiratory distress, severe bleeding, or severe organ involvement, they can be classified as severe dengue. സോ സിവിയർ ഡെങ്കു എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട്. അതായത് സിവിയർ പ്ലാസ്മ ലീക്കേജ്, ഷോക്ക്, റെസ്പിറേറ്ററി ഡിസ്ട്രെസ്, സിവിയർ ബ്ലീഡിംഗ്, സിവിയർ ഓർഗൻ ഇൻവോൾവ്മെന്റ്, ഇത് ഏതെങ്കിലും ഉണ്ട് എങ്കിൽ കുട്ടീനെ സിവിയർ ഡെങ്കു ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. They should be immediately hospitalized, treated with normal saline or linger lactate. The fluid infusion rate is 10 to 20 ml per kg, or it can be also given as a bolus dose if the blood pressure is unrecordable. സോ ഇങ്ങനെ കുട്ടികൾ ആശുപത്രിയിലേക്ക് വരുമ്പോൾ അത് വെരി സിവിയർ കണ്ടീഷൻ ആണ്. കുട്ടികളെ ഇമ്മീഡിയറ്റ് ആയിട്ട്